എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഇൻഫോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ ആക്സസറി ഷോപ്പുകളിലൊക്കെ പോയി കാറിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ക്രോം വർക്കുകളൊക്കെ ഒരുപാട് പൈസയൊക്കെ മുടക്കി ചെയ്യാറുണ്ട്. അതേ വർക്ക് തന്നെ നമുക്ക് എങ്ങനെ ചിലവ് കുറച്ച് നമുക്ക് സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാൻ ഓൺലൈൻ വഴി വരുത്തിയ ക്രോം സ്ട്രിപ്പിൻ്റെ ഒരു റോളാണ്. ഇതിന് 420 രൂപയാണ് വിലയാവുന്നത്. നമ്മൾ നോർമലി ഓരോ വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള റെഡിമെയ്ഡ് ക്രോമുകൾ അവൈലബിൾ ആണ്. ബട്ട് അതിനൊക്കെ അതുപോലെ തന്നെ വിലയുമാകും. എങ്ങനെ പോയാലും ഒരു 1500 രൂപയ്ക്ക് മേളിൽ വിലയാവുന്നതാണ്. ഇതിന് നമുക്ക് 420 രൂപയ്ക്ക് ഒരു ക്രോം റോളാണ്. ഇത് 10 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 12 mm ആണ് അവർ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 10 mm മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ വണ്ടിയുടെ ലോവർ പോർഷൻ്റെ വിൻഡോ ലോവർ പോർഷൻ്റെ അളവനുസരിച്ചിട്ട് വേണം നമ്മളിത് സെലക്ട് ചെയ്യാൻ. ഇന്നിപ്പോൾ നമ്മളിവിടെ ഈ ക്രോം സ്ട്രിപ്പിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഞാനൊരു 1 month 2 month യൂസിന് ശേഷം ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്. ഇങ്ങനെ സ്വന്തമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ എന്തായാലും സ്കിപ്പാവാതെ കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടും ആക്സസറീസ് റിലേറ്റഡ് ആയിട്ടുമുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ കൂടെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾക്കൊപ്പം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനെ സംബന്ധിച്ച വീഡിയോ ചെയ്യുവാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ക്രോം സ്ട്രിപ്പ് റോള്. 10 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 10 mm ആണ്. ഇതിനി നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഏരിയ ക്ലീൻ ചെയ്യാവുന്നതാണ്. ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അതിനായി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാനിറ്റൈസറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു കോട്ടൺ ഉപയോഗിച്ച് സാനിറ്റൈസറും കോട്ടണും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്യേണ്ട ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഡസ്റ്റ് എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് 3 mm ടേപ്പാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. നല്ല രീതിയിൽ ഒട്ടില്ലെങ്കിൽ അത് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആൽക്കഹോളും കോട്ടണും ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഏരിയ വൃത്തിയാക്കിയെടുക്കണം. ഇനി നമ്മൾ ആദ്യം ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന വിൻഡോയുടെ നീളത്തിൽ ലെങ്ത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫുൾ ലെങ്ത്തിൽ വെച്ച് ഒട്ടിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. അത് കാരണം ഞാനിപ്പോൾ ഒരു കട്ട് ചെയ്തൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡിലെ 3 mm ടേപ്പിൻ്റെ സ്റ്റിക്കർ ഇളക്കി എടുത്തിട്ട് വിൻഡോയുടെ ലോവർ പോർഷനിൽ ചേർത്ത് വെച്ച്, അതായത് നമ്മുടെ ആ ബോഡിയോട് ചേർത്ത് വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചരിവുകളൊന്നും ഉണ്ടാവാതെ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. വളരെ സാവധാനത്തിൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടത് ഒട്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇതൊരു റീലായിട്ട് വരുന്നത് കാരണം അതിൽ ചിലപ്പം ഷേപ്പ് വ്യത്യാസമൊക്കെ കാണും. അപ്പോൾ അത് നമ്മൾ വലിച്ച് സ്ട്രെയിറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഒട്ടിക്കുന്നത് അല്പം ചരിഞ്ഞോ വളഞ്ഞോ പോയി എന്ന് കരുതി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അത് നമുക്ക് അപ്പോൾ തന്നെ ഇളക്കി വീണ്ടും ഒന്നുകൂടെ ലെവൽ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. കാരണം അപ്പോൾ തന്നെ നമ്മൾ ഇളക്കിയാൽ അതിനകത്ത് വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മളിത് സ്റ്റിക്ക് ചെയ്ത ശേഷം 1-2 ദിവസത്തിന് ശേഷമാണ് വീണ്ടും നമ്മളിത് റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കാൻ ശ്രമിച്ചാൽ ആ സമയത്ത് ചിലപ്പം പഴയതുപോലെ സ്റ്റിക്കായെന്ന് വരില്ല. അങ്ങനെ വളരെ സാവധാനം ശ്രദ്ധിച്ച് നമ്മൾ ക്രോം സ്ട്രിപ്പ് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിലെ 3 mm ടേപ്പ് റിമൂവ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന പോർഷൻസ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കൂടുതൽ നല്ല രീതിയിൽ സ്റ്റിക്ക് ആവത്തുള്ളൂ. അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഡോറിൻ്റെ ലെങ്ത് എടുത്തതിന് ശേഷം അല്പം കൂടുതൽ നീളത്തിലിട്ട് തന്നെ, ഒരുപാട് വേണ്ട, അല്പം കൂടുതലിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് ഫുൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അതുപോലെ തന്നെ എല്ലാ ഡോറുകളും സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള എല്ലാ ഡോറുകളും നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഒരു കർവിങ് ആയിട്ടുള്ളൊരു ഏരിയ എങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ന്യൂ മോഡൽ എർട്ടിഗയാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ഗ്ലാസ് പോർഷനുണ്ട്. അതെന്ന് വെച്ചാൽ അല്പം ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കർവി ഷേപ്പിലാണ് വരുന്നത്. അത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ ഇത് ഫ്ലെക്സിബിളായിട്ടുള്ള സ്ട്രിപ്പാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷേപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ കഴിയുന്നതാണ്.
ഈ സ്ട്രിപ്പ് വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു വാഹനമാണെങ്കിലും, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് വാഹനമാണെങ്കിലും അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ച് എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒറിജിനാലിറ്റിയും, നമ്മുടെ റെഡിമെയ്ഡ് ക്രോം വെക്കുന്ന അതേ ഒരു ഒറിജിനൽ ഫീലും നമുക്ക് ലഭിക്കുന്നതാണ്. വണ്ടിക്കൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ സ്ട്രിപ്പ് നൽകുന്നുണ്ട്. എസ്പെഷ്യലി വണ്ടിയുടെ ആ ബ്ലാക്ക് ഗ്ലാസ് പോർഷനൊക്കെ വളരെ ഹൈലൈറ്റായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഇത് എത്രത്തോളം നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുമെന്നറിയില്ല, ബട്ട് നേരിൽ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്യുക. ഈ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ റിവ്യൂടെ കണ്ടതിന് ശേഷം വാങ്ങുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇതിൻ്റെ ഫുൾ ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.